നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് സെഷനിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിൾ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പോസാറ്റ് ഇൻ ഓർബിറ്റ് ടു സ്റ്റഡി ബ്ലാക്ക് ഹോൾസ് ആൻഡ് ന്യൂട്രോൺ സ്റ്റാർസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ISROയുമായിട്ട് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. കാരണം ISROയുടെ ഈ വർഷത്തെ ഫസ്റ്റ് ലോഞ്ച് കൂടിയാണ് ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന എക്സ്പോസാറ്റ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് scientific satellite from ISRO to carry out research in space-based polarization measurements of X-ray emissions from celestial sources. അതായത് celestial sources എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹോളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂട്രോൺ സ്റ്റാർസ് തുടങ്ങിയതാണ് celestial source എന്ന് പറയുകയാണെങ്കിൽ. ഇത്തരത്തിലുള്ള celestial sources നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ പറഞ്ഞ പോലെ എക്സ്റേ എമിഷൻസും കാര്യങ്ങളൊക്കെ തന്നെ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു മിഷൻ കൂടിയാണ് ഈ എക്സ്പോസാറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ എക്സ്പോസാറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ് എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ISROയുടെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ ISROയുടെ ഒരു വർക്ക് ഹോഴ്സ് എന്ന് വിശേഷിക്കാൻ സാധിക്കുന്ന PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു എക്സ്പോസാറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം ഓർക്കാം. എന്നാൽ അതേ സ്ഥാനത്ത് ഇതിനു മുമ്പ് നമ്മൾ ISROയുടെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു മിഷൻ ഉണ്ട്, ചന്ദ്രയാൻ 3 മിഷൻ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 ഒക്കെ ആണെങ്കിലും ബേസിക്കലി ലോഞ്ച് ചെയ്യപ്പെട്ടിരുന്നത് GSLV ആണ്. GSLV മിഷൻ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടായിരുന്നു ISRO ഒരു ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വാർത്തയിലുള്ള എക്സ്പോസാറ്റ് ബേസിക്കലി ലോഞ്ച് ചെയ്തിരിക്കുന്ന PSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. PSLVയുടെ C-58 മിഷൻ ആയിരുന്നു എക്സ്പോസാറ്റിനെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല PSLVയുടെ 60th മിഷൻ കൂടിയായിരുന്നു ഈ എക്സ്പോസാറ്റ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം എക്സ്പോസാറ്റിനെ കുറിച്ച് ഫിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഓർത്തിരിക്കേണ്ടത്. ISROയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സയന്റിഫിക് സാറ്റലൈറ്റ് ആണ് ഈ പറഞ്ഞ പോലെ സെലസ്റ്റിയൽ സോഴ്സ് നിന്ന് എമിറ്റ് ചെയ്യുന്ന എക്സ്റേയെ കുറിച്ച് പഠനം നടത്താനായിട്ടുള്ള മിഷൻ കൂടിയാണ് എക്സ്പോസാറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ വേൾഡിൽ നോക്കുവാണെങ്കിൽ വേൾഡ്സ് സെക്കൻഡ് പൊളാരിമീറ്റർ മിഷൻ കൂടിയാണ് നമ്മൾ ഈ എക്സ്പോസാറ്റ് എന്ന് പറയുവാണെങ്കിൽ. കാരണം 2021 നാസ ഇതേപോലത്തെ ഒരു മിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നോൺ ആസ് ഇമേജിംഗ് എക്സ്റേ പൊളാരിമീറ്ററി എക്സ്പ്ലോറർ എന്നുള്ളതാണ് നാസയുടെ ഇതേപോലത്തെ ഒരു മിഷന്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഇത്തരത്തിലുള്ള ഒരു മിഷനാണ് ISRO ഇപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ട്രോണമിക്കൽ സോഴ്സസ് ആയ ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ് ഇവയിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന എക്സ്റേ കുറിച്ചിട്ട് പഠനം നടത്താനായിട്ടാണ് ഈ ഒരു മിഷൻ ബേസിക്കലി ISRO ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എക്സ്പോസാറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്ത് ISROയുമായിട്ട് ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്നതാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാംഗ്ലൂരിലെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ISROയും ഈ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നിട്ടാണ് ഈ എക്സ്പോസാറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി ഇതിനകത്ത് മറ്റൊരു രീതിയിൽ നമുക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ള സ്റ്റാർസിന്റെ ഒരു ലൈഫ് സൈക്കിളാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് നിലവിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാകാം. അതൊന്നെങ്കിൽ ഈ പറഞ്ഞ ആവറേജ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആകാം, അല്ലെങ്കിൽ ഒരു മാസീവ് സ്റ്റാർ ആകാം. എന്തായാലും ഇതിന്റെ ലൈഫ് സ്റ്റേജ് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റാർ ആണ് പിന്നീട് ഈ പറഞ്ഞ പോലെ റെഡ് ജയന്റ് ആയിട്ട് മാറപ്പെടുന്നു. പിന്നീട് അത് പ്ലാനറ്ററി നെബുളയായിട്ട് മാറുകയും ലാസ്റ്റ് സ്റ്റേജ് ആണ് ഒരു ആവറേജ് സ്റ്റാറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വൈറ്റ് ഡ്വാർഫ്. വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു ആവറേജ് സ്റ്റാറിന്റെ എൻഡ് സ്റ്റേജ് ആണെന്നൊരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു മാസീവ് സ്റ്റാർ ആണ് പിന്നീട് റെഡ് സൂപ്പർ ജയന്റും സൂപ്പർ നോവയും. അതാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറപ്പെടും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഇതൊക്കെ പറയുവാണെങ്കിൽ മാസീവ് സ്റ്റാറിന്റെ എൻഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ ഈ എക്സ്പോസാറ്റ് ആണെങ്കിലും ബേസിക്കലി പഠനം നടത്താൻ പോകുന്ന ഈ ന്യൂട്രോൺ സ്റ്റാറിന്റെയും ബ്ലാക്ക് ഹോളിന്റെയും കുറിച്ചുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പ്രിലിംസിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂട്രോൺ സ്റ്റാറിനെ കുറിച്ചിട്ടും ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചിട്ടും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആദ്യം പഠിച്ചിരിക്കുക എന്താണ് ന്യൂട്രോൺ സ്റ്റാർസ്. ന്യൂട്രോൺ സ്റ്റാർസ് ആർ കമ്പോസ്ഡ് മെയിൻലി ഓഫ് ന്യൂട്രോൺസ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ എ സൂപ്പർനോവ. നമ്മൾ തൊട്ട് ഈ പിക്ചറിനകത്ത് കാണുന്നുണ്ട്, സൂപ്പർനോവയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഫോഴ്സിംഗ് ദ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ടു കമ്പൈൻ ടു പ്രൊഡ്യൂസ് എ ന്യൂട്രോൺ സ്റ്റാർ. അപ്പോൾ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ന്യൂട്രോൺസ് എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ഇസ് വെരി ഡെൻസ്. അതിന്റെ ഒരു ഡെൻസിറ്റി ഒരു മാസ് കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് 3 times ദാറ്റ് ഓഫ് സൺ ആണ്. സൂര്യനേക്കാളും 3 മടങ്ങ് ഡെൻസർ ആണ് ന്യൂട്രോൺ സ്റ്റാർ എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ ഡയമട്രിക്കൽ വൈസ് ഒക്കെ പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് 20 കിലോമീറ്ററോളം വരും ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ ഡയമീറ്റർ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഇനി ഈ പറഞ്ഞ പോലെ ന്യൂട്രോൺ സ്റ്റാറിനും വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് പരിണമിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇഫ് ദ ന്യൂട്രോൺ സ്റ്റാർസ് മാസ് ഈസ് വെരി ഹയർ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഇറ്റ്സ് ഗ്രാവിറ്റി വിൽ ബി സോ സ്ട്രോങ് ദാറ്റ് ഇറ്റ് വിൽ ഷ്രിങ്ക് ഫർദർ ടു ബിക്കം എ ബ്ലാക്ക് ഹോൾ എന്നുള്ള കാര്യം ഓർക്കും. ഇവിടെ ഈ പിക്ചർ നമ്മൾ കണ്ടു, സൂപ്പർ നോവാസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആയിട്ടും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് ആയിട്ടും മാറുന്നത്. ഇനി വൺസ് ഒരു സൂപ്പർ നോവ ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറിയാൽ വേണമെങ്കിൽ ഈ ന്യൂട്രോൺ സ്റ്റാറിനും എന്തായിട്ട് മാറാം, ബ്ലാക്ക് ഹോൾ ആയിട്ട് പരിണമിക്കാൻ സാധിക്കും. കാരണം ഇഫ് ദാറ്റ് ന്യൂട്രോൺ സ്റ്റാർസ് മാസ് ഈസ് സോ ഗ്രേറ്റ്, സോ ഹയർ ആണെങ്കിലും അതിന് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹോൾസ് ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. ഇനി ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബ്ലാക്ക് ഹോൾസ് ആർ ബിലീവ് ടു ഫോം ഫ്രം മാസീവ് സ്റ്റാർസ് അറ്റ് ദ എൻഡ് ഓഫ് ദെയർ ലൈഫ് ടൈംസ്. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാസീവ് സ്റ്റാർസിന്റെ എൻഡ് സ്റ്റേജ് ആണ് എന്ത്, ബ്ലാക്ക് ഹോൾസ് ആയിട്ട് അറിയപ്പെടുന്നു. ഇനി കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ അവരുടെ ഡെൻസിറ്റി ഒക്കെ പറയുവാണെങ്കിൽ വളരെ ഹൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇൻഫിനിറ്റ്, അത് മെഷർ ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്കുള്ളൊരു
ഡെൻസിറ്റി കണക്കാക്കുന്നതാണ് ബ്ലാക്ക് ഹോൾസിനെ സംബന്ധിച്ച്. ആൻഡ് ദ ഗ്രാവിറ്റേഷൻ പുൾ ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് നത്തിങ് ക്യാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്, ഈവൻ ലൈറ്റ്. ഈ പോയിന്റ് പ്രിലിംസിന് ഓർത്തിരിക്കുന്നതായിരിക്കും. ബ്ലാക്ക് ഹോൾസ് ഒന്നും ഈവൻ ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രത്തോളം ഗ്രാവിറ്റേഷൻ പുള്ളാണ് ബ്ലാക്ക് ഹോൾസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് ദിസ് ബ്ലാക്ക് ഹോൾസ് ഡിസ്റ്റോർട്ട് ദ സ്പേസ് അറൌണ്ട് ദം ആൻഡ് ക്യാൻ സക്ക് നെയ്ബറിംഗ് മാറ്റർ ഇൻ ടു ദം ഇൻക്ലൂഡിംഗ് സ്റ്റാർസ്. അത്രത്തോളം ഗ്രാവിറ്റേഷൻ പുള്ളുള്ളൊരു സംഭവമാണ് ബ്ലാക്ക് ഹോൾസ്. എന്തായാലും ബ്ലാക്ക് ഹോൾസ് ആയാലും ന്യൂട്രോൺ സ്റ്റാർ ആയാലും നമ്മുടെ മാസീവ് സ്റ്റാറിന്റെ എൻഡ് സ്റ്റേജ് ആണെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കാം. ഈവൻ എ ന്യൂട്രോൺ സ്റ്റാർ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ബ്ലാക്ക് ഹോൾ എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ദ ന്യൂട്രോൺ സ്റ്റാറിന്റെ മാസ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ 3 times ദാറ്റ് ഓഫ് എ സൺ എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ദ ന്യൂട്രോൺ സ്റ്റാറിനെ സംബന്ധിച്ച് അതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമുക്ക് ഔട്ടർ ബൗണ്ടറി പറയാൻ സാധിക്കും, കാരണം ഒരു ഓൾമോസ്റ്റ് 20 കിലോമീറ്റർ ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അത്തരത്തിലൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ടർ ബൗണ്ടറി ആർക്ക് പറയാൻ സാധിക്കത്തില്ല? ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ബ്ലാക്ക് ഹോൾസിന് മറ്റൊരു പ്രത്യേകതയാണ് വളരെ കൂടുതലായിട്ടുള്ള വളരെ ഹയർ ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ പുള്ളായിരിക്കും അവയുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇത്രയും പോയിന്റാണ് ഈ ഒരു സാറ്റലൈറ്റ് മിഷനിൽ നിന്ന് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. നമ്മുടെ സെക്കൻഡ് ആർട്ടിക്കിളാണ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. GST റവന്യൂ ഗ്രോത്ത് ഡിപ്സ് ടു എ 3-month ലോ ഇൻ ഡിസംബർ എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്നതാണ്. ഇതിനകത്ത് ചെറിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. GSTയിലുള്ള വരുമാനം ഈ കഴിഞ്ഞ 3 മാസത്തിൽ വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിരുന്നു ഡിസംബർ മാസത്തെ റവന്യൂ എന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് സാധാരണഗതി ഇപ്പം പ്രിലിംസിന് കാണാറുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരും, GSTയുടെ ഇപ്പം ഫോർ ദ ലാസ്റ്റ് 12 months GST റവന്യൂ ഷോഡ് എ പ്രോഗ്രസ് എന്ന് പറയുവാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് GSTയുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയിൽ നിന്ന് അത് തെറ്റായിട്ട് നമുക്ക് പറയാം. കാരണം ഈ ഡിസംബർ മാസത്തിൽ ഈ പറഞ്ഞ പോലെ GSTയുടെ വരുമാനം കഴിഞ്ഞ 3 മാസങ്ങൾ, അതായത് നവംബർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ മാസങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം അറിഞ്ഞിരിക്കുക ഇപ്പൊ ശരാശരി ഓരോ മാസവും ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഡിസംബറിന് നോക്കുവാണെങ്കിൽ തന്നെ 1,64,800 കോടി രൂപയാണ് ഗവൺമെന്റിന് GSTയിലൂടെ വരുമാനം കിട്ടിയെന്ന് ഓർത്തിരിക്കാം. അത് തൊട്ട് മുമ്പത്തെ മാസമായ നവംബറിനെ അപേക്ഷിച്ച് 1.8% ആണ് കുറഞ്ഞത് എന്നുള്ളൊരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ എന്തായാലും ഇത്രയും പോയിന്റ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയിരിക്കണം. സച്ച് ബേസിക് ആയിട്ടുള്ള GSTയുടെ കുറച്ച് കാര്യങ്ങൾ. അടിസ്ഥാനപരമായിട്ട് പറയുവാണെങ്കിൽ ടാക്സ് എന്ന് പറയുന്നതാണ് സർക്കാരിന്റെ വരുമാന സ്രോതസ്. ഈ ടാക്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് വിളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻകം ടാക്സ്. അതിപ്പം പേഴ്സണൽ ഇൻകം ടാക്സ് ആകാം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആകാം. എന്തായാലും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സർക്കാർ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിടിക്കണം. എല്ലാ ജനങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിക്ക് മുകളിലുള്ള ആൾക്കാർ, ഇപ്പം മേ ബി പറഞ്ഞ പോലെ 5 lakhs അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് പറയുവാണെങ്കിൽ 7 lakhs എബോവ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകളും അടയ്ക്കുന്ന ടാക്സ് ആണോ ഇൻകം ടാക്സ് എന്ന് ചോദിച്ചാൽ അല്ല. ഒരു പർട്ടിക്കുലർ വരുമാന പരിധിക്ക് മുകളിലുള്ള ആൾക്കാർ അടയ്ക്കുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഇനി ഇൻകം ടാക്സ് ആണ് നമ്മൾ നേരിട്ടാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. ത്രൂ IT പോർട്ടൽ നമ്മൾ നേരിട്ട് അടയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പം ഇതിന്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരേ വ്യക്തികളിൽ വരുന്നതുകൊണ്ടിട്ട് തന്നെയാണ് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഇത്തരത്തിലുള്ള ടാക്സുകൾ വിളിക്കപ്പെടുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു നേച്ചറാണ് ദയർ പ്രോഗ്രസീവ് നേച്ചർ. അതായത് വരുമാനം കൂടുന്നതിനനുസരിച്ച് സർക്കാരിലേക്ക് നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻകം ടാക്സും പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ അതുകൊണ്ടാണ് ഇതിനെ പ്രോഗ്രസീവ് എന്നുള്ള രീതിയിലേക്കും വിളിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാ ആളുകളും വെദർ ഹീസ് റിച്ച് ഓർ പുവർ, അതായത് സാമ്പത്തികം ഉള്ള ആളാണോ അല്ലാത്ത ആളാണോ ആയിക്കോട്ടെ, എല്ലാ ആളുകളും ഈ പറഞ്ഞ പോലെ അടയ്ക്കേണ്ട ടാക്സുകളാണ് ഇൻഡയറക്റ്റ് ടാക്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകളും അടയ്ക്കേണ്ടതായതുകൊണ്ടിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതിനെ റിഗ്രസീവ് നേച്ചർ എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ടാക്സുകളുടെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സാധാരണ ആളുകളായിരിക്കും. സോ റിഗ്രസീവ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആർ ബേസിക്കലി റിഗ്രസീവ് നേച്ചറും ഡയറക്റ്റ് ടാക്സ് ആർ ബേസിക്കലി പ്രോഗ്രസീവ് നേച്ചർ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ദേ ആർ ഇൻഡയറക്റ്റ് ടാക്സ്. കാരണം ഇതിന്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും രണ്ട് വ്യക്തികളുടെ മുകളിലാണ്. ഇപ്പോൾ ഇൻസിഡൻസ് പറയുമ്പോഴേക്കും ഗവൺമെന്റ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത് നമ്മൾ നേരിട്ടാണോ? അല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുഖാന്തരം നമ്മളിലൂടെ ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ മുഖാന്തരമാണ് സർക്കാർ ആ ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പാക്റ്റും ഇൻസിഡൻസും രണ്ട് വ്യക്തികളിലായതുകൊണ്ടാണ് GST പോലുള്ള ടാക്സുകളെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി GST വന്ന് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. 1 ജൂലൈ 2017 GST ഇവിടെ നിലവിൽ വരുന്നത് ത്രൂ 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന 2017 വരെ ഉണ്ടായിരുന്ന സർവീസ് ടാക്സുകൾ, വാല്യൂ ആഡ് ടാക്സ് ആണ് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ എക്സൈസ് ഡ്യൂട്ടീസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ GST എന്നുള്ള പുതിയൊരു ടാക്സിന് രൂപം കൊടുത്തു. GST എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് കേട്ടോ. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. എവിടെയാണോ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് ആ സംസ്ഥാനത്തേക്കാണ് GSTയുടെ സ്റ്റേറ്റ് റവന്യൂ ഷെയർ പോകുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി GSTക്കകത്ത് തന്നെ പറയുകയാണെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ SGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ CGST, ആൻഡ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നോൺ ആസ് IGST. നമ്മൾ
പലപ്പോഴും ഒരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും ജി എസ് ടിയുടെ ബില്ല് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ചിലപ്പോൾ സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് സി ജി എസ് ടി, എസ് ജി എസ് ടി കമ്പോണന്റ് വരുന്നത് നമ്മൾ നടത്തിയിരിക്കുന്ന ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് വിത്തിൻ ദ സ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ ബില്ലിനകത്ത് വരുന്നത് സി ജി എസ് ടി, എസ് ജി എസ് ടി എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും. അതേ സ്ഥാനത്ത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നടത്തിയിരിക്കുന്ന ഇന്റർ സ്റ്റേറ്റ് ആണ്, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ ബില്ലിന്മേൽ ഐ ജി എസ് ടി അഥവാ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പം ബില്ല് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗുഡ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെദർ ഇറ്റ് ഈസ് ഇൻട്രാ സ്റ്റേറ്റ് ഓർ ഇന്റർ സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കാര്യം ഓർത്തിരിക്കാം. ഇനി ഐ ജി എസ് ടി ആണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സാധനങ്ങളുടെ മുകളിലും ഈടാക്കുന്ന ജി എസ് ടി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ എത്രയാണ് ജി എസ് ടിയുടെ ബേസിക് കാര്യങ്ങൾ പറയുകയാണ്. ഇനി ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ജി എസ് ടി കൗൺസിലാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് ജി എസ് ടി കൗൺസിലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ തെറ്റിച്ച് വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, പാർലമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചോദിക്കാം. പാർലമെന്റ് എന്നല്ല, പ്രസിഡന്റ് ആണ് ഈ പറഞ്ഞ ജി എസ് ടി കൗൺസിലിനെ അപ്പോയിന്റ് എന്നുള്ള കാര്യം ഓർക്കാം. ജി എസ് ടി കൗൺസിലിലെ ചെയർമാൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. ദെൻ ജി എസ് ടി കൗൺസിലിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ വോട്ടിങ്ങിലൂടെയാണ്, കൺസെൻസസിലൂടെയാണ് ഈ പറഞ്ഞ പോലെ തീരുമാനം എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വോട്ടിങ്ങിനകത്ത് 1/3 വോട്ടുകളും, ടോട്ടൽ വോട്ടിന്റെ 1/3 വോട്ട് ഇരിക്കുന്ന ആരുടെ കൈകളാണ്? സെൻട്രൽ ഗവൺമെന്റിലും. ബാക്കി 2/3 വോട്ടുകൾ ഇരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടെ ചേർന്നിട്ടാണെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ മൊത്തം വോട്ടിന്റെ 1/3 സെൻട്രൽ ഗവൺമെന്റ് കയ്യിലും 2/3 ആണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ചേർന്ന കൈകളിലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ വരുന്നതുകൊണ്ടിട്ടാണ് ജി എസ് ടി കൗൺസിലിന് ഒരു ഫെഡറൽ നേച്ചർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. എന്തായാലും ടോട്ടൽ വോട്ടിംഗ് നടക്കുമ്പോഴേക്കും ഒരു ഡിസിഷൻ പാസ്സാകണമെങ്കിൽ 3/4 വോട്ടുകളുടെ എങ്ങനെയും മജോറിറ്റി കിട്ടിയിരിക്കണം എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് 1/3 സ്റ്റേറ്റ് ഗവൺമെന്റ് 2/3. അപ്പോൾ 3/4 കിട്ടാൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ അത്യാവശ്യം ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഡിസിഷൻ അവിടെ പാസ്സാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ജി എസ് ടി കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അണ്ടർ ആർട്ടിക്കൽ 279A എന്നുള്ളൊരു പോയിന്റും കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. അപ്പോൾ എഡിറ്റോറിയൽ പേജിൽ നോക്കുകയാണെങ്കിൽ എഡിറ്റോറിയൽ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ് റീഇഗ്നൈറ്റിംഗ് ദ ഫ്ലെയിം ഓഫ് ഇന്ത്യ കൊറിയ ഡിഫൻസ് കോർപ്പറേഷൻ. സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻഷിപ്പിനകത്ത് എസ്പെഷ്യലി എക്കണോമിക് റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 50ാമത്തെ വാർഷികമാണ് ഇപ്പോൾ ഈ വർഷം വരുന്നത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അതൊക്കെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കാം. മെയിനായിട്ട് എക്കണോമിക്സ് പരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ വർഷം 2022 കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ബന്ധങ്ങൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വന്നൊരു കാലഘട്ടമായിരുന്നു. $27.8 ബില്യന്റെ ഇടപാടുകളാണ് ഇന്ത്യയും സൗത്ത് കൊറിയയും ഇടയിൽ നടന്നതെന്നുള്ളൊരു കാര്യം ഓർക്കുക. അത് 2030 ആകുമ്പോഴേക്കും വരുന്ന ഒരു 5 വർഷം കൊണ്ട് $50 ബില്യണിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം വലിയൊരു ട്രേഡ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ദ 2010 നമ്മൾ ഒപ്പിട്ട കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് 2010 ഇന്ത്യയും സൗത്ത് കൊറിയയും ഇടയിൽ ഒരു കരാർ ഒപ്പിട്ടുണ്ടായിരുന്നു, കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. അതായത് മിക്ക മേഖലകളിൽ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. 2010 ഇത് ഒപ്പിട്ടത്. അതിനുശേഷം നടന്ന 2011 കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നാൾ ഉണ്ടായിരുന്നതിനേക്കാളും 70% കൂടുതൽ ട്രേഡ് ഗ്രോത്ത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതിനുശേഷമൊക്കെയാണ് ഈ 27 ബില്യണിലേക്കും ഒക്കെ തന്നെ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പോയിന്റ് ഓർക്കണം. ഇനി പ്രധാനമായിട്ടും പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യക്കും സൗത്ത് കൊറിയയ്ക്കും ഇടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഇമ്പോർട്ട് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ സൗത്ത് കൊറിയയിലേക്ക് പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന മിനറൽ ഫ്യൂവൽസ് ഓർ ഓയിൽ ഡിസ്റ്ററീസ്, മെയിൻലി നാഫ്ത ഒക്കെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നത്. സിറിയൽസ്, അയൺ, സ്റ്റീൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യ പ്രധാനമായിട്ടും സൗത്ത് കൊറിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സൗത്ത് കൊറിയ പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ പ്രധാനമായിട്ട് സൗത്ത് കൊറിയയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ പാർട്സ് ആണ്. പിന്നെ അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്. കാരണം ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള നമ്മുടെ ടെലികോം ജയൻസുകളൊക്കെ ആയിട്ടുള്ള മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ജയൻസ് ആയിട്ടുള്ള സാംസങ്, അതേപോലെ നോക്കിയ, ഇതെല്ലാം ബേസിക്കലി സൗത്ത് കൊറിയ ബേസ്ഡ് ആണ്. അപ്പം ഒരു വർഷം ആകുന്നേ ഉള്ളൂ നോയിഡയിൽ സാംസങ് അവരുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ ഓട്ടോമൊബൈൽ പാർട്സ് എന്ന് പറയുമ്പോഴേക്കും ഹ്യുണ്ടായി, കിയ മോട്ടോഴ്സ്, ഇതൊക്കെ ബേസിക്കലി സൗത്ത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. ദെൻ ഹോട്ട് റോൾഡ് അയൺ പ്രോഡക്ട്സ്, പെട്രോളിയം റിഫൈൻഡ് പ്രോഡക്ട്സ്, ബേസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, മെക്കാനിക്കൽ അപ്ലയൻസസ്, ഇലക്ട്രിക്കൽ മെഷീനറി പാർട്സ് ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യ സൗത്ത് കൊറിയയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സൗത്ത് കൊറിയ പ്രധാനമായിട്ട് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഈ രണ്ട് പോയിന്റ് നമുക്ക് ഫിലിംസിന് ആവശ്യമായിട്ട് വരും. മേജർ ഇന്ത്യയുടെ എക്സ്പോർട്ടും അതേപോലെ സൗത്ത് കൊറിയയുടെ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടും നമുക്ക് പ്രധാനമായിട്ടും ഫിലിംസിന് ആവശ്യം വരും. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്നും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ്, അതായത് നമ്മുടെ ഇപ്പോൾ നിലവിൽ റെഡ് സീയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഷൻസിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഹൂത്തി റെബൽസിന്റെ ഒരു ടെൻഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ റെഡ് സീൽ നിൽക്കുന്നതായിട്ട് വാർത്തയിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. UK wants
ബിക്കംസ് വില്ലിംഗ് ടു ടേക്ക് ഡയറക്റ്റ് ആക്ഷൻ ഓവർ റെഡ് സീ അറ്റാക്സ് എന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ വന്നൊരു ആർട്ടിക്കിളാണ്. US നേവി സിങ്സ് 3 ഹൂത്തി വെസൽസ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കാണ് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നപ്പോഴേക്കും അത് അവിടെ നിന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ഒരു ആർട്ടിക്കിളും അതേപോലെ ഇന്നലത്തെ ഈ ഒരു ആർട്ടിക്കിളും ചേർത്തിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ആദ്യം തന്നെ നിങ്ങൾ വേൾഡ് ജോഗ്രഫിയുടെ മാപ്പ് എടുത്തിട്ട് ഈ ഒരു പിക്ചർ, അതായത് റെഡ് സീയുടെ ഒരു ഡയഗ്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ മനപ്പാടമാക്കിയിരിക്കുക. കാരണം പലപ്പോഴും UPSC എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഒരു വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് പ്ലേസസ് ഇൻ ന്യൂസും കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. റെഡ് സീ ഇത്രത്തോളം വാർത്തയിൽ നിൽക്കുന്ന കാരണം മേ ബി ചോദിക്കാം റെഡ് സീയുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു ബൗണ്ടറി കൺട്രീസ് എന്ന് മനസ്സിലാക്കിയത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ നോക്കാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. സൗദി അറേബ്യ ഉണ്ട്, അതേപോലെ യമൻ, ദെൻ ജിബൌട്ടി ദെൻ എറിട്രിയ, സുഡാൻ ആൻഡ് ഈജിപ്ത്. ഇങ്ങനെ 6 രാജ്യങ്ങളാണ് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ റെഡ് സീയെ ബൗണ്ടറി ചെയ്യുന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് നോക്കേണ്ടതാണ് ഇപ്പോൾ റെഡ് സീയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇന്ത്യൻ ഓഷനിലേക്കുള്ള കണക്ഷൻ, എസ്പെഷ്യലി ഈ റെഡ് സീ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും, അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇത് മെഡിറ്ററേനിയൻ സീ ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീ എന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓഷൻ വഴി അങ്ങ് താഴെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കൊക്കെ തന്നെയുള്ള ഷിപ്മെന്റ്സ് പോകുന്ന റൂട്ട് തന്നെയാണ്. സേഫ് ഒരു എളുപ്പ മാർഗ്ഗമാണ്. കാരണം മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ഇങ്ങനെ സ്യൂസ് കനാലുകൾ ക്രോസ് ചെയ്ത് റെഡ് സീയിലെത്തി. റെഡ് സീയിൽ നിന്നും ഈ ഒരു പോയിന്റ് ആണ്, ഈ ചോക്ക് പോയിന്റിന്റെ പേരാണ് ബാബൽ മാൻഡബ് സ്ട്രേറ്റ് ബിറ്റ്വീൻ യമൻ ആൻഡ് ജിബൌട്ടി. ഈ ബാബൽ മാൻഡബ് സ്ട്രേറ്റ് ക്രോസ് ചെയ്ത് ഗൾഫ് ഓഫ് ഏദനിലെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യൻ ഓഷൻ ആണ്. ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഇന്ത്യൻ ഓഷൻ ഈ ഭാഗമാണ് നമ്മുടെ അറേബ്യൻ സീ. അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഈ പറഞ്ഞ ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്ക് തന്നെ ഗുഡ്സ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ റെഡ് സീൽ ഇങ്ങനെ ടെൻഷൻ നിൽക്കുന്ന കാരണം കൃത്യമായിട്ട് ഇപ്പം ഷിപ്പുകൾക്കൊന്നും ഈ പാതയിൽ വരാൻ പറ്റുന്നില്ല. അവർ ലോങ്ങർ റൂട്ടായി ഇപ്പുറത്ത് ഈ ഒരു ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ആഫ്രിക്കയാണ്. അപ്പോൾ ആഫ്രിക്ക ചുറ്റിക്കറങ്ങിയൊക്കെയാണ് പലപ്പോഴും ഇപ്പം ഗുഡ്സുകൾ ഇന്ത്യയിലേക്കൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു ലോങ്ങർ റൂട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിക്കുകയും അത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെയാണെങ്കിൽ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളൊരു പോയിന്റ്. കാരണം ഗുഡ്സിന് കോസ്റ്റ് കൂടുമല്ലോ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയും പോയിന്റ് ഓർത്തിരിക്കണം. റെഡ് സീയുടെ ആ ഒരു മേജർ ബൗണ്ടറിങ് കൺട്രീസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് ഈ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ റെഡ് സീ ഈസ് ആൻ ഇൻലെറ്റ് ഓഫ് ഇന്ത്യൻ ഓഷൻ ബിറ്റ്വീൻ ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ഇൻലെറ്റ് ആണ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മുടെ റെഡ് സീ എന്ന് പറയാൻ സാധിക്കുന്നത്. ആൻഡ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സലൈൻ ബോഡീസ് ഓഫ് വാട്ടർ ഇൻ ദ വേൾഡ് കൂടിയാണ് റെഡ് സീ. ഇതിന്റെ ബോർഡർ കൺട്രീസ് ആണ് ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, സുഡാൻ, എറിട്രിയ ആൻഡ് ജിബോട്ടി. നമ്മൾ തൊട്ട് മുമ്പ് മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു 6 രാജ്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പറയാനാണ് 6 രാജ്യങ്ങളുണ്ട് ബേസിക്കലി ഈ ഒരു ബോർഡർ കൺട്രീസ് ആയിട്ട്. ദെൻ ഒരു റെഡ് സീയുടെ നോർത്ത് സൗത്ത് പോയിന്റ്സ് നോക്കുവാണെങ്കിൽ കണക്റ്റഡ് ടു ഇന്ത്യൻ ഓഷൻ ദ സൗത്ത് ത്രൂ ബാബൽ മാൻഡബ് സ്ട്രേറ്റ്. ബാബൽ മാൻഡബും ഗൾഫ് ഓഫ് ഏദൻ വഴി, ഇവിടെ നോക്കി ബാബൽ മാൻഡബ് ആണ് ഈ പോയിന്റ്, ഗൾഫ് ഓഫ് ഏദൻ ഇതുവഴിയാണ് ഇന്ത്യൻ ഓഷനിലേക്ക് റെഡ് സീ കണക്റ്റഡ് ആകുന്നത്. ഇനി റെഡ് സീയുടെ നോർത്ത് നോക്കുവാണെങ്കിൽ നോർത്ത് അത് സിനായ് പെനിൻസുലയാണ് ഇവിടെ ഈ കാണാൻ സാധിക്കും. ഇതാണ് സിനായ് പെനിൻസുല മാർക്ക് ചെയ്തിട്ടുണ്ട്. സിനായ് പെനിൻസുല ആൻഡ് ഗൾഫ് ഓഫ് അക്വാബ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഗൾഫ് ഓഫ് അക്വാബയും അതേപോലെ തന്നെ സിനായ് പെനിൻസുലയാണ് നോർത്ത്. ആൻഡ് ഗൾഫ് ഓഫ് സ്യൂസ് ആണ് ഇതാണ് ഗൾഫ് ഓഫ് സ്യൂസ് ലീഡിംഗ് ടു മെഡിറ്ററേനിയൻ സീ. അപ്പോൾ ഗൾഫ് ഓഫ് സ്യൂസ്, സിനായ് പെനിൻസുല ആൻഡ് ഗൾഫ് ഓഫ് അക്വാബയാണ് റെഡ് സീയുടെ നോർത്ത് പോയിന്റും. സൗത്ത് പോയിന്റ് ആണ് ബാബൽ മാൻഡബ് സ്ട്രേറ്റും ഗൾഫ് ഓഫ് ഏദനും എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു DNA-ക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 4 പോയിന്റ്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്